ഈ മരം വെട്ടവുമായി UDF-നെ അവര് പങ്കുചേർക്കുന്നത് രാഷ്ട്രീയപരമായി അവരുടെ സാന്നിധ്യം അറിയിക്കുക എന്നതിലപ്പുറം തകർന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് മറ്റു വഴികളില്ല. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാന ഭൂമിയിലെ മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം ദിവസങ്ങളായിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ശക്തമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്ത ചാനൽ 10 പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. ആദ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഭരണസമിതിയും UDF-ഉമാണ്. തൊട്ടു പിന്നാലെ CPIM വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ഹുസൈൻ കൂടെയുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കുറച്ചധികം ദിവസങ്ങളായിക്കൊണ്ട് ഈ ഒരു മരംമുറി വിവാദത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒടുവിൽ എന്താണ് ഈ മരംമുറി വിവാദത്തിലെ യാഥാർത്ഥ്യം? താഴേക്കോട് പഞ്ചായത്തിലെ 16-17 വാർഡുകളിലെ പഞ്ചായത്ത് ആസ്തികളിൽ നടന്ന സംഘടിതമായ ഒരു കുറ്റകൃത്യമാണ് ലക്ഷങ്ങളുടെ മരം നഷ്ടപ്പെട്ട മരം കൊള്ള. ഇതാണ് ഇതിന്റെ ഏറ്റവും ഗൗരവമായ വെർഷൻ എന്ന് പറയുന്നത്. സംഘടിതമായ കുറ്റകൃത്യമാണ്. ഈ സംഘടിതമായ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെ ശിക്ഷ ലഭിക്കുന്നതിനും ആ തൊണ്ടി മുതൽ കണ്ടുകിട്ടിയാൽ അതിൻ്റെ സാമ്പത്തികമായ മൂല്യം ഈടാക്കുന്നതിനും വേണ്ടി പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴികളെ സാധൂകരിക്കുന്ന രേഖകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെക്ഷൻ 303 PDPP ആക്ടുകൾ ഇട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേസ് അന്വേഷണത്തിന് സഹായകമാകുന്ന രീതിയിൽ മരം വെട്ടുന്നതിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ മരം സൂക്ഷിച്ചുള്ള സ്ഥലത്തെ സംബന്ധിച്ചുമുള്ള എല്ലാ വീഡിയോ ക്ലിപ്പിങ്ങുകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കുള്ള അറിവ്. പ്രശ്നം അന്വേഷണത്തിലിരിക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണസമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് നമുക്ക് ഇത്ര മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് അതിന്റെ മുറക്ക് നിയമത്തിന്റെ വഴിക്ക് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ വിഷയത്തിൽ ഒരു കക്ഷികൾക്കും രക്ഷപ്പെടാൻ പഴുതില്ല. സംഘടിത കുറ്റകൃത്യമായതുകൊണ്ട് പോലീസ് വളരെ ജാഗ്രതയോടാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. ഈ സംഘടിത കുറ്റകൃത്യം നടത്തിയവരെയും അവർക്ക് ആരെങ്കിലും ചൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും രംഗത്ത് കൊണ്ടുവരുന്നതിന് നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനവും അന്വേഷണ ഏജൻസികളും പര്യാപ്തമാണ് എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ പ്രതികളെ എന്തായാലും പിടികൂടി അവരിൽ നിന്ന് അതിന്റെ മൂല്യം ഈടാക്കും എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം തന്നെയാണ്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഇന്ന് രാത്രി കരിങ്കല്ലത്താണിയിൽ വെച്ചൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം UDF സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. അതിന്റെ പ്രധാന അജണ്ട എന്താണ്? രാഷ്ട്രീയ ആരോപണ പ്രത്യാപരണങ്ങൾക്കിടയിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടരുത്. സമരം ചെയ്യുവാനുള്ള ജനാധിപത്യ അവകാശത്തെ ആരും ദുരുപയോഗം ചെയ്യരുത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പ്രസിഡന്റ് രാജിവെക്കുക, അതോടൊപ്പം തന്നെ മറ്റുള്ള തെറ്റിദ്ധാരണാപരമായ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ പ്രതിഷേധ സമരത്തിൽ ഇടതുപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അതിന് തക്കതമായ വ്യക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റവാളികളെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമ സംവിധാനത്തെയും പോലീസിനെയും സഹായിക്കുവാൻ ജനങ്ങളോടുള്ള ഉത്ബോധനം കൂടിയാണ് ഇന്നത്തെ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിന്റെ ഉദ്ദേശം. ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ ഉയർന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്ക് രാഷ്ട്രീയപരമായി മേൽക്കൈ നേടുന്ന ഒരൊറ്റ വിജയവും നേടാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ താഴേക്കോട് 24 വാർഡുകളിൽ 16 വാർഡിലും UDF വിജയിച്ച് അധികാരത്തിൽ വന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ 8000-ഓളം വോട്ടുകൾ നൽകിയിട്ടുള്ളതും താഴേക്കോട് ഗ്രാമപഞ്ചായത്തിൽ നിന്നാണ്. ഈ മരം വെട്ടവുമായി UDF-നെ അവര് പങ്കുചേർക്കുന്നത് രാഷ്ട്രീയപരമായി അവരുടെ സാന്നിധ്യം അറിയിക്കുക എന്നതിലപ്പുറം തകർന്നുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് മറ്റു വഴികളില്ല. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പൊതുശ്മശാന ഭൂമിയിലെ മരംമുറി വിവാദം വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ഈ ഒരു സമയത്ത് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ ഉയർത്തുന്ന ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും
കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പ്രസിഡന്റ് ഈ ഒരു ഘട്ടത്തിൽ ചാനൽ 10 പറഞ്ഞു വെക്കുന്നത്. കരിങ്കല്ലത്താണിയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. സ്വർണം ഒരു അമൂല്യനിധിയാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കുന്ന ഒന്നും. അത്യാവശ്യങ്ങളിൽ ഉപയോഗിക്കുന്നതിലൂടെയാണ് അതിന്റെ മാറ്റം കൂടുന്നത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.